Hi friends, this is me Sonia Joseph and you are watching Maths at 360 degree with Sonia. എന്റെ ഈ ചാനല് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നേരെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ, അതിന്റെ കൂടെ ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ ക്ലാസ്സസ് ഇടുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പൊ കിട്ടുള്ളൂ. അതിന്റെ കൂടെ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ക്ലാസ്സസ് കണ്ടുപോകാൻ പറ്റുള്ളൂ. സോ ഡു സബ്സ്ക്രൈബ്. ഇന്ന് ഞാൻ എക്സസൈസ് 1.2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫോക്കസ് ഏരിയയിൽ ഇല്ലെങ്കിൽ കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്, അതുപോലെ തന്നെ വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ ആണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എം ടി സെറ്റ് എന്താണ്, ഇൻഫൈനൈറ്റ് സെറ്റ് എന്താണ് എല്ലാം പറഞ്ഞിരുന്നു. ക്ലാസ് കാണാത്തവര് അത് പോയി കാണുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാല്, തന്നിരിക്കുന്നവയില് ഏതാണ് നൾ സെറ്റ്? നൾ സെറ്റ് എന്ന് പറഞ്ഞാല് എം ടി സെറ്റ് ആണ്. അപ്പൊ എം ടി സെറ്റ് എന്താണെന്ന് അറിയാത്തവര് മുമ്പിലുള്ള ക്ലാസ്സുകൾ കാണുക. അപ്പം ഒന്നാമത് നോക്കി, സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2. അപ്പം എം ടി സെറ്റ് ആവണമെങ്കിൽ അതിന് ഒരു എലമെന്റും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഇത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് എന്താ, ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഓഡ് നമ്പേഴ്സിന്റെ സെറ്റ് ആണിത്. അങ്ങനെ ഒരു നമ്പർ ഉണ്ടാവോ? ഓഡ് നമ്പേഴ്സിനെ ഒരിക്കലും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സെറ്റ് എന്തായി? നൾ സെറ്റായി, അല്ലെങ്കിൽ എം ടി സെറ്റായി. അപ്പൊ ഇതെന്താണ്? എക്സാമ്പിൾ ഓഫ് എ നൾ സെറ്റ് ആണ്. ഇനി നെക്സ്റ്റ്, സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സ് ആകപ്പാടെയുള്ള ഈവൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോ ഈ ഒരു സെറ്റില് ഒരു എലമെന്റ് ഉണ്ട്. അപ്പം ഇതെന്തായി? നൾ സെറ്റ് അല്ല. അപ്പൊ ഇതെന്താണ്? നോട്ട് എ നൾ സെറ്റ്. ഇനി നെക്സ്റ്റ്, സെറ്റ് ഓഫ് ഓൾ എക്സ് such that x is a natural number, also x less than 5 and x greater than 7. മീൻസ് നാച്ചുറൽ നമ്പർ ആവണം, അതുപോലെ തന്നെ 5നേക്കാൾ ചെറുതുമാവണം, 7നേക്കാൾ വലുതുമാവണം. പോസിബിൾ അല്ല. അപ്പൊ എന്തായി? അതിന് എലമെന്റ്സ് ഒന്നുമില്ല. അപ്പൊ ഇതെന്തായി? ഒരു നൾ സെറ്റായി. Next, set of all y such that y is a point common to any two parallel lines. നമുക്കറിയാം പാരലൽ ലൈൻ, ഈ ഒരു ലൈനിന് പാരലൽ ലൈൻ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ നേരെ ഇവിടെ വരച്ചു. ഈ രണ്ട് ലൈൻസിന് കോമൺ ആയിട്ട് എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്താ, അങ്ങനെ മീൻസ് ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് ഒരു പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. Therefore ഇതും എന്തായി? നൾ സെറ്റായി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സെറ്റുകളിൽ ഏതൊക്കെയാണ് ഫൈനൈറ്റ് സെറ്റ്, ഏതൊക്കെയാണ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഫൈനൈറ്റ് സെറ്റ് എന്താണെന്നും ഇൻഫൈനൈറ്റ് സെറ്റ് എന്താണെന്നും അറിയാത്തവര് നേരത്തെ ക്ലാസ്സുകൾ കാണുക. ഒന്നാമത്തെ ചോദ്യം, ദ സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് എ ഇയർ. മീൻസ് ഒരു വർഷത്തിൽ എത്ര മാസങ്ങളുണ്ട്? 12 മാസങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സെറ്റില് ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സേ ഉള്ളൂ. അപ്പൊ ഇതെന്തായി? ഫൈനൈറ്റ് സെറ്റായി. ഇനി നെക്സ്റ്റ്, സെറ്റ് 1, 2, 3, എക്സെട്ര. മീൻസ് ഈ സെറ്റ് അങ്ങ് നീണ്ടു പോവാണ് എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണുള്ളത്. അപ്പം ഈ ഒരു സെറ്റ് എന്തായി? ഇൻഫൈനൈറ്റ് ആയി. ഇനി നെക്സ്റ്റ്, സെറ്റ് 1, 2, 3, എക്സെട്ര 99, 100. ഇത് കഴിഞ്ഞ് നീണ്ടു പോകുന്നില്ല. അപ്പൊ ഇതെന്തായി? ഫൈനൈറ്റ് സെറ്റ്. മീൻസ് ഈ ഒരു സെറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന് 100 വരെ ഉള്ളൂ. 100 കഴിഞ്ഞിട്ട് അങ്ങ് നീണ്ടു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് എന്തായി? ഫൈനൈറ്റ് സെറ്റായി. നെക്സ്റ്റ്, സെറ്റ് ഓഫ് പോസിറ്റീവ് ഇന്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ 100. 100നേക്കാളും വലിയ പോസിറ്റീവ് ഇന്റിജേഴ്സ്, അത് നമുക്ക് എണ്ണിയാൽ തീരില്ല, അത്രയുണ്ട്. അപ്പൊ അതെന്തായി? ഇൻഫൈനൈറ്റ് സെറ്റായി. നെക്സ്റ്റ്, the set of prime numbers less than 99. 99നേക്കാളും ചെറിയ പ്രൈം നമ്പേഴ്സിന്റെ എണ്ണം, അതെന്തായാലും ഡെഫിനിറ്റ് നമ്പർ ഓഫ് ടേംസേ ഉള്ളൂ. അപ്പൊ ഇതെന്തായി? ഫൈനൈറ്റ് സെറ്റായി. തേർഡ് ക്വസ്റ്റ്യനും തന്നിരിക്കുന്ന സെറ്റുകളില് ഫൈനൈറ്റ് സെറ്റ് ഏതാണ്, ഇൻഫൈനൈറ്റ് സെറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പൊ ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നത്, ഒന്നാമത്തേത്, the set of lines which are parallel to the x axis. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ചു നോക്കാം.
എക്സ് ആക്സിസ് ഇതാണ്. അപ്പൊ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻസിന്റെ സെറ്റ്സ് അത് നമുക്ക് എണ്ണിയാൽ തീരാത്തത്രയുണ്ട്. അപ്പൊ ഇതെന്തായി? ഇൻഫൈനൈറ്റ് സെറ്റ് ആയി. ഇൻഫൈനൈറ്റ് സെറ്റ്. ഇനി നെക്സ്റ്റ് ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് പറയുമ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് 26 എണ്ണം ഉള്ളൂ. മീൻസ് എണ്ണാൻ പറ്റുന്നത്രയുണ്ട്. അപ്പൊ ഇതെന്തായി? ഫൈനൈറ്റ് സെറ്റ് ആയി. മീൻസ് അവിടെ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്. therefore this is a finite set. Next, the set of numbers which are multiple of 5. 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സംഖ്യകളുടെ മൾട്ടിപ്പിൾസ് അത് നമുക്ക് ഇഷ്ടംപോലെയുണ്ട്. മീൻസ് എണ്ണാൻ കഴിയുന്നതിനേക്കാളും കൂടുതലുണ്ട്. അപ്പൊ ഇതെന്തായി? ഇൻഫൈനൈറ്റ് സെറ്റ് ആയി. നെക്സ്റ്റ് ദ സെറ്റ് ഓഫ് ആനിമൽസ് ലിവിംഗ് ഓൺ എർത്ത്. ഭൂമിയിൽ ജീവിക്കുന്ന ആനിമൽസിന്റെ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റുന്നത്രയാണോ ഉള്ളത്? അല്ല. മീൻസ് ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ ഇതെന്തായി? ഇൻഫൈനൈറ്റ് സെറ്റ് ആയി. ഇനി നെക്സ്റ്റ് ദ സെറ്റ് ഓഫ് സർക്കിൾസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ 0 0. അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് വരച്ചു നോക്കി കഴിഞ്ഞാൽ ഇതാണ് ഒറിജിൻ. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾസ് അത് നമുക്ക് ഫൈനൈറ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇഷ്ടം പോലെ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പൊ ഇതെന്തായി? ഇൻഫൈനൈറ്റ് സെറ്റ് ആയി. ഫോർത്ത് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സെറ്റുകൾ ഈക്വൽ ആണോ അതോ നോട്ട് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാ. ഈക്വൽ സെറ്റ് എന്താണെന്ന് അറിയാത്തവര് മുമ്പിലുള്ള ക്ലാസ്സുകൾ കാണുക. ഒന്നാമത്തെ ചോദ്യം, A is equal to set A, B, C, D and B is equal to ഈ സെറ്റ് തന്നിരിക്കുന്നു. ഈക്വൽ സെറ്റ്സിന്റെ കണ്ടീഷൻ സെയിം എലമെന്റ്സ് വേണം, അതുപോലെ തന്നെ സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് വേണം. ഈ ഒരു സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എ ഉണ്ട്, ഇവിടെയും എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, ഇവിടെയും ബി ഉണ്ട്, ഇവിടെ സി, ഇവിടെയും സി ഉണ്ട്, ഡി, ഇവിടെയും ഡി ഉണ്ട്. മീൻസ് നമ്പർ ഓഫ് എലമെന്റ്സും സെയിം ആണ്, എലമെന്റ്സും സെയിം ആണ്. അപ്പൊ ഈ സെറ്റ് എന്തായി? ഈക്വൽ ആയി. എ ഈസ് ഈക്വൽ ടു ബി ആയി. നെക്സ്റ്റ് സെറ്റ് A is equal to set 4, 8, 12, 16. B is equal to 8, 4, 16, 18. നോക്കിക്കഴിയുമ്പോൾ രണ്ട് സെറ്റിലും 4 എലമെന്റ്സ് ഉണ്ട്. ഇനി എലമെന്റ്സ് എല്ലാം സെയിം ആണോ നോക്കണം. എയിൽ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. എയിൽ 8 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. ഇവിടെ 12 ഉണ്ട്, ഇവിടെ 12 ഇല്ല. ഇനി നമുക്ക് ബാക്കി നോക്കേണ്ട കാര്യമില്ല. കാരണം ഒരു എലമെന്റ് പോയി ഈക്വൽ അല്ലെങ്കിൽ ഈ സെറ്റ് എന്തായി? ഈക്വൽ സെറ്റ് അല്ലാതായി മാറും. അപ്പോ എ നോട്ട് ഈക്വൽ ടു ബി ആയി. നെക്സ്റ്റ് എ ഈസ് ഈക്വൽ ടു നമുക്ക് 2, 4, 6, 8, 10 തന്നിട്ടുണ്ട്. ബിന്റെ സെറ്റ് ബിൽഡർ ഫോം തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു സെറ്റ് ബിൽഡർ ഫോം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് എപ്പോഴും അതിന്റെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റി എഴുതുക. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ set of all x such that x is even positive integer and x less than or equal to 10 means 10ഉം 10നേക്കാൾ ചെറുതായിട്ടുള്ള ഈവൻ പോസിറ്റീവ് ഇന്റിജറുമാണ് ഈ സെറ്റിൽ വരുന്നത്. അപ്പൊ 10ഉം 10നേക്കാൾ ചെറുതുമായിട്ടുള്ള ഈവൻ പോസിറ്റീവ് ഇന്റിജേഴ്സ് ഏതൊക്കെയാ വരിക? 2, 4, 6, 8, 10. അപ്പം ഈ ഒരു എയും ഈ ബിയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഈക്വൽ സെറ്റ് കിട്ടി. therefore നമുക്ക് എന്ത് പറയാം? A is equal to B. Next, A equal to set of all x such that x is a multiple of 10. അപ്പൊ ഇതിന്റെ റോസ്റ്റർ ഫോം എഴുതി നോക്കി. ഇതെങ്ങനെ വരും? 10ന്റെ മൾട്ടിപ്പിൾ, 10ന്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ 10, പിന്നെ 20, 30 എക്സെട്ര. അപ്പൊ ഈ ഒരു സെറ്റും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒബ്വിയസ് ആണ്, നോട്ട് ഈക്വൽ ആണ്. therefore നമുക്ക് എന്ത് പറയാം? നോട്ട് ഈക്വൽ ടു എ, നോട്ട് ഈക്വൽ ടു ബി. ഫിഫ്ത് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സെറ്റ്സ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അതുപോലെ തന്നെ അതിന്റെ കൂടെ റീസൺസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആദ്യത്തെ സെറ്റ് തന്നിരിക്കുന്നത് എ ഈസ് ഈക്വൽ ടു സെറ്റ് 2, 3 തന്നിട്ടുണ്ട്. ബി ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ ഒരു സെറ്റ് ബിൽഡർ ഫോമാ തന്നിരിക്കുന്നത്. സെറ്റ് ബിൽഡർ ഫോമിൽ എന്താ നോക്കി? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് സൊല്യൂഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. മീൻസ് ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈസ് ഈക്വൽ ടു 0 എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. അപ്പം ഇവിടെ നമ്മൾ ചെക്ക് ഈ ഒരു ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എയുടെ വാല്യൂ 1 കിട്ടും, ബിയുടെ വാല്യൂ 5 കിട്ടും, സിയുടെ വാല്യൂ 6 കിട്ടും. ഈ
ഒരു എക്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ വരും? എക്സ് ഈക്വൽ ടു -5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 4 into 1 into 6 divided by 2 into 1. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എക്സ് ഈക്വൽ ടു, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോളാം, ഞാൻ ഇവിടെ ഫുൾ ആയിട്ട് ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്തോളൂ. അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടുന്നത് നമുക്ക് എക്സ് ഈക്വൽ ടു -2 ഓർ -3 കിട്ടും. മീൻസ് ബി എന്ന് പറയുന്ന സെറ്റ് ഇവിടെ നമുക്ക് കിട്ടുന്നത് സെറ്റ് -2 -3 ആണ്. ഇനി നമുക്ക് എയും ബിയും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. എ നമുക്ക് ഒബ്വിയസ് ആണ്, എയിൽ 2 എലമെന്റ്സ് ഉണ്ട്, ബിയിലും 2 എലമെന്റ്സ് ഉണ്ട്, പക്ഷെ എലമെന്റ്സ് സെയിം അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ നോട്ട് ഈക്വൽ ടു ബി. റീസൺ എന്താ പറയാ? ബിക്കോസ് ദ എലമെന്റ്സ് ആർ ഡിഫറന്റ് ഇൻ ബോത്ത് സെറ്റ്സ്. നെക്സ്റ്റ് തന്നിരിക്കുന്നത് എ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ഫോളോ. അപ്പം ഇത് സെറ്റ് ബിൽഡർ ഫോം ആണ്, അതിന്റെ റോസ്റ്റർ ഫോം എഴുതണം. എ ഈസ് ഈക്വൽ ടു റോസ്റ്റർ ഫോം എഴുതുകയാണ്. ഞാൻ പറഞ്ഞു ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു എലമെന്റ് സെറ്റിൽ റിപ്പീറ്റ് ചെയ്ത് എഴുതില്ല. അപ്പൊ ഈ ഒരു സെറ്റ് എങ്ങനെ വരും? സെറ്റ് എഫ് കോമ ഒ കോമ എൽ കോമ, ഇവിടെ എൽ 2 പ്രാവശ്യം ഉണ്ട്, റിപ്പീറ്റ് ചെയ്ത് എഴുതണ്ട, ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ഒ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ഡബ്ല്യു. ഇനി ബി എഴുതി നോക്കിയേ. ബി എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ y such that y is a letter in the word wolf. അപ്പൊ ഏതൊക്കെ വരും? സെറ്റ് W O L F. ഇനി എയും ബിയും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഇവിടെ എഫ് ഉണ്ട്, ഇവിടെ എഫ് ഉണ്ട്, O ഉണ്ട്, ഇവിടെ O ഉണ്ട്, L ഇവിടെ L ഉണ്ട്, W ഇവിടെയും L ഉണ്ട്, സോറി W ഉണ്ട്. അപ്പൊ ടോട്ടലി നമുക്ക് എന്ത് കിട്ടും? A is equal to D. എക്സസൈസ് 1.2ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് സെറ്റ്സ് തന്നിട്ടുണ്ട്. അതിന്റെ അകത്ത് ഈക്വൽ സെറ്റ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്കിക്കഴിഞ്ഞാല് ഈക്വൽ സെറ്റ്സിനാണെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് എലമെന്റ്സും വേണം, എക്സാക്ട്ലി സെയിം എലമെന്റ്സും വേണം. അപ്പം ഒന്നാമത്തെ സെറ്റ് എനോട് ഈക്വൽ ആയിട്ടുള്ള സെറ്റ് ഏതെങ്കിലും ഉണ്ടോ നോക്കുക. ഇവിടെ 2, 4, 8, 12 4 എലമെന്റ്സ് ഉള്ളതിൽ മാത്രം ചെക്ക് ചെയ്താൽ മതി, അല്ലാതെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഒഴിവാക്കി കളയാം. 2, 4, 8, 12 നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിലായിട്ട് ഇച്ചിരി ഒരു സിമിലാരിറ്റി വരിക. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 14 ഉണ്ട്, ഇവിടെ 14 ഇല്ല. അപ്പൊ ഇതെന്തായി? നോട്ട് ഈക്വൽ. മീൻസ് എനോട് ഈക്വൽ ആയിട്ടുള്ള ഒരു സെറ്റും ഇവിടെ ഇല്ല. നെക്സ്റ്റ് ബി കൺസിഡർ ചെയ്തു. ബി എന്ന് പറയുന്ന സെറ്റ് 1, 2, 3, 4 ആണ്. ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ 1, 2, 3, 4 4 എലമെന്റ്സ് ഉള്ളതിൽ നോക്കിക്കഴിഞ്ഞാൽ 3, 1, 4, 2 മീൻസ് 1, 2, 3, 4 തന്നെ ഉണ്ട്, 4 എലമെന്റ്സ് ഉണ്ട്, എക്സാക്ട്ലി സെയിം എലമെന്റ്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? B is equal to D. ഒരു പെയർ ഓഫ് ഈക്വൽ സെറ്റ്സ് നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്ത സിനോട് ഈക്വൽ ആയിട്ടുള്ള ഏതെങ്കിലും സെറ്റ് ഉണ്ടോ ഇവിടെ? ഇല്ല. ഇനി ഡി ഓൾറെഡി നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ഇ സെറ്റ് -1, 1 ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1, -1 ആണ്. ജി എന്ന് പറയുന്ന സെറ്റ് സെയിം എലമെന്റ്സ് ആണ്, സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇ ഈസ് ഈക്വൽ ടു ജി. എച്ച് ഈസ് ഈക്വൽ ടു സെറ്റ് 0, 1 ഒരു എലമെന്റ്സ് മീൻസ് ഒരു സെറ്റിനോട് ഇവിടെ ഈക്വൽ അല്ല. അപ്പം ഇവിടെയുള്ള ആകെ 2 പെയർസ് ഓഫ് ഈക്വൽ സെറ്റ്സ് ഉണ്ട്. ബി ഈസ് ഈക്വൽ ടു ഡിയും ഇ ഈസ് ഈക്വൽ ടു ജിയും. സോ എന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഇനിയും ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടോളാം. നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ക്ലിയർ ചെയ്തിട്ടേ ഞാൻ മുന്നോട്ട് പോകുള്ളൂ. ഈ ക്ലാസ് കാണുന്ന +1 കുട്ടികൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ആദ്യം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സോ എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് പോർഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.